ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ടുള്ള കർണാടകയിലെ ഫേമസ് ആയിട്ടുള്ള ഒരു ഡിഷാണ്. ഇത് ബ്രേക്ക്ഫാസ്റ്റിനും അതുപോലെ ഈവനിങ് സ്നാക്കിനൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ്. സജ്ജിക ബജിൽ എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം ഒരു പാത്രം ചൂടാകുമ്പോൾ അതിലോട്ട് ഒരു 3-4 ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ 2 ടേബിൾ സ്പൂണ് മല്ലിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂണ് ചെറിയ ജീരകം ഇതും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് വറുത്തെടുക്കണം. ഒരു മീഡിയം ഫ്ലെയിം അല്ലെങ്കിൽ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് നല്ലോണം ഒന്ന് വറുത്തെടുക്കാം. ഇതിപ്പോൾ നന്നായി വറുത്ത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് ചെറുതായിട്ട് ചൂടാറുമ്പോൾ നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഞാനിത് നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് മാറ്റി വെക്കാം. ഇനി ഇതിലേക്കുള്ള ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ ഞാനിവിടെ 2 കപ്പ് അവിലെടുത്തിട്ടുണ്ട്. അതൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുക. നമ്മുടെ സാധാരണ അവിലാണ് കേട്ടോ. ഇനി ഇതിലോട്ട് 1 കപ്പ് തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി വേണ്ടത് ഒരു 2-3 ടേബിൾ സ്പൂണ് അരിഞ്ഞു വെച്ച മല്ലിയില അതും കൂടെ ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു 2-3 ടേബിൾ സ്പൂണ് ഗ്രേറ്റ് ചെയ്തെടുത്ത നമ്മുടെ ജാഗരി ശർക്കര അതും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച ഈ ഒരു മസാലയും കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരു കാര്യം വിട്ടുപോയിട്ടോ, കുറച്ച് കളറ് വേണമെങ്കിൽ നമുക്കൊരു ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നന്നായി മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ആ ഒരു തേങ്ങയുടെ ഈർപ്പം അതുപോലെ തന്നെ നമ്മൾ ചേർത്ത ഒരു മസാലയൊക്കെ ഇതിലോട്ട് പിടിക്കണം. അപ്പോൾ ഞാനിത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ചേർത്ത കാര്യങ്ങളൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ട് അവിലിലോട്ട്. അപ്പോൾ നമുക്കിത് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് വറുത്തിടാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ എണ്ണ ചൂടാകുമ്പോൾ 1-2 ടീസ്പൂണ് കടുകിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുക. കടുകിട്ട് കൊടുക്കുമ്പോൾ എണ്ണ നന്നായി ചൂടായതിന് ശേഷം മാത്രമേ കടുകിട്ട് കൊടുക്കാവൂ കേട്ടോ. കടുക് നന്നായി പൊട്ടി കിട്ടണം. ഇനി ഇതിലോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ചെറുതായിട്ട് ഇതിൻ്റെ കളറൊന്ന് മാറി വരുമ്പോൾ ഇനി ഇതിലോട്ട് ഒരു നുള്ള് കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് മതി കേട്ടോ. ഒരു 1/4 ടീസ്പൂണ് കായപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഒന്ന് ചെറിയ തീയിലൊന്ന് വഴറ്റി കൊടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ആ ഒരു അവിൽ മിക്സിലോട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ബജിൽ റെഡി ആയിട്ടുണ്ട്. ഇത് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. ഇതിനെയാണ് കേട്ടോ ബജിൽ എന്ന് പറയുന്നത്. മാംഗ്ലൂരിലൊക്കെ നല്ല ഫേമസ് ആയിട്ടുള്ളൊരു ഡിഷാണ് സജ്ജിക ബജിൽ. രണ്ടും കൂടെ മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ചെയ്യാനുള്ളത് സജ്ജികയാണ്. സജ്ജിക എന്ന് പറയുന്നത് നമ്മുടെ ഉപ്പുമാവിനെയാണ് കേട്ടോ. അപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ ഉപ്പുമാവാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് മൂടി വെച്ചിട്ട് മാറ്റി വെക്കാം. ഇനി ഉപ്പുമാവിലേക്കുള്ള കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഇതിലേക്കുള്ള വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ 2 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 1 കപ്പ് പാലും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് തിളക്കാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം ചൂടാകുമ്പോൾ ഇതിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇതൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിലോട്ട് കുറച്ച് കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. ഇനി ഇതിലോട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/4 ടീസ്പൂണ് ചെറിയ ജീരകം. നിങ്ങൾക്ക് വേണമെങ്കിൽ കടലപ്പരിപ്പും ഉഴുന്നുപരിപ്പും ഒരു 1-2 ടീസ്പൂണ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനതൊന്നും ചേർക്കുന്നില്ല. ഇനി ഇതിലോട്ട് 2 സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ചെറിയ 2 സവാള, വലുതാണെങ്കിൽ 1 മതി. അതുപോലെ തന്നെ ഒരു 1/4 കപ്പോളം ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച ക്യാരറ്റും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 2-3 പച്ചമുളക് അരിഞ്ഞത്, അതുപോലെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക.
നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ കുറച്ച് ഗ്രീൻ പീസോ അല്ലെങ്കിൽ ബീൻസ് അരിഞ്ഞതോ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി 1-2 കാര്യങ്ങൾ ചേർത്തിട്ട് ഇത് നന്നായി വഴന്ന് വരുമ്പോഴേക്കും ഇതിലോട്ട് തന്നെ റവ ചേർത്തിട്ട് വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിലോട്ട് ഞാനൊരു 8-10 അണ്ടിപ്പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഓപ്ഷണലാണ്. എന്നിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഞാൻ 1 കപ്പ് റവയുടെ മെഷർമെൻറ്റാണ് കേട്ടോ ഇവിടെ ഷെയർ ചെയ്യുന്നത്. 1 കപ്പിന് വേണ്ടിയിട്ടുള്ള അളവാണ് പറയുന്നത്. അപ്പോൾ ഇത് നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂണ് കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ട് നമുക്കിതിലോട്ട് റവ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ 1 കപ്പ് റവയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട്, മീഡിയം ടു ലോ ഫ്ലെയിമിലാക്കിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. ഹൈ ഫ്ലെയിമിലിട്ട് കൊടുക്കണ്ട. നന്നായിട്ട് വറുത്തെടുക്കണം കേട്ടോ. ഈ ഒരു റവയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടണം. ഞാൻ പറഞ്ഞ പോലെ മീഡിയം ഫ്ലെയിമിൽ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വഴറ്റിയെടുക്കുക. ഇനി ഇതിലോട്ട് ലോ ഫ്ലെയിമിലാക്കിയിട്ട് നമ്മൾ നേരത്തെ തിളക്കാൻ വെച്ച ആ ഒരു തിളച്ച് കൊണ്ടിരിക്കുന്ന ആ ഒരു പാലും വെള്ളവും ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കണം, ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. നല്ലോണം തിളച്ച് കൊണ്ടിരിക്കുന്ന ആ ഒരു പാലും വെള്ളവും തന്നെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിലാക്കിയിട്ട് തന്നെ നല്ലോണം മിക്സ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ കട്ട പിടിക്കും. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ചെറിയ തീയിലിട്ടിട്ട് തന്നെ ഇത് നന്നായിട്ടൊന്ന് നമുക്ക് വേവിച്ചെടുക്കണം. അപ്പോൾ 1 കപ്പിന് 3 കപ്പ് വെള്ളം എന്ന രീതിയിലാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. 2 കപ്പ് വെള്ളവും 1 കപ്പ് പാലും, അങ്ങനെയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി ഇത് നമ്മൾ നന്നായിട്ട് വേവിച്ചെടുക്കണം. വെള്ളം വറ്റിച്ചെടുത്താൽ പോരാ, പാത്രത്തിൽ നിന്നും വിട്ടുവരുന്ന പരുവമാകുന്നത് വരെ ഇത് നമ്മളിങ്ങനെ ഇളക്കിയെടുക്കണം. നിങ്ങൾക്ക് ഇത്ര അളവ് വേണ്ടെന്നുണ്ടെങ്കിൽ എല്ലാ ഇൻഗ്രീഡിയൻസും നേരെ പകുതിയാക്കിയാൽ മതി കേട്ടോ. നേരത്തെ ചെയ്ത ബജിലായെങ്കിലും അതുപോലെ ഈ ഒരു ഉപ്പുമാവിൻ്റെതാണെങ്കിലും എല്ലാ ഇൻഗ്രീഡിയൻസും നേരെ പകുതിയാക്കി എടുത്താൽ മതി. ഇതിപ്പോൾ കണ്ടില്ലേ, പാത്രത്തിൽ നിന്നും വിട്ടുവരുന്ന പരുവമായി കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. നമുക്കിങ്ങനെ ഒരു ബോൾ ഷേപ്പിൽ ഇങ്ങനെ ആയി കിട്ടുന്നുണ്ട്. നമ്മളിങ്ങനെ ഇളക്കിയെടുക്കുമ്പോൾ തന്നെ ഈ ഒരു പരുവം ആകണം കേട്ടോ. ഇനി ഇതിലോട്ട് ഒരു 1-2 ടീസ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓപ്ഷണലാണ്, വേണ്ടെങ്കിൽ ഒഴിവാക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. റവ കേസരി ചെയ്യുമ്പോഴും ഈ ഒരു ടെക്സ്ചറിൽ കിട്ടണം കേട്ടോ. അപ്പോഴാണ് പെർഫെക്റ്റായി കിട്ടുന്നത്. ഇങ്ങനെ പാത്രത്തിൽ നിന്നും വിട്ടുവരുന്ന പരുവമായി കിട്ടണം. ഇതിപ്പോൾ പാകത്തിനായിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് ഞാൻ സെർവ് ചെയ്യുന്ന രീതി കാണിച്ചു തരാം. ഈ ഒരു രീതിയിലാണ് കേട്ടോ സെർവ് ചെയ്യുന്നത്. നമ്മളാദ്യം നമ്മുടെ ഉപ്പുമാവ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലോട്ട് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച ബജിൽ ഇട്ട് കൊടുക്കുക ആവശ്യത്തിന്. അപ്പോൾ ഇതാണ് അടിപൊളിയായിട്ടുള്ള സജ്ജിക ബജിൽ. ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരൊക്കെ ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് കൂടുതലും കാണുന്നതെന്നറിയാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.